ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് പെറ്റ് സ്റ്റേഷൻ്റെ കുറച്ച് അപ്ഡേറ്റ്സാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് കണ്ട് പോവാം. അതുപോലെ നമ്മളെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഇവിടെ പോകുന്നു. ഇതാണ് വൈശാഖിനെ പഴയ കുറേ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നിന്നല്ല, നമ്മൾ വൈശാഖിൻ്റെ കൊല്ലത്തിലെ വീട്ടിൽ നിന്ന് നമ്മുടെ പക്ഷിനെല്ലാം പിടിക്കാൻ പോയ കുറേ വീഡിയോസിൽ വൈശാഖ് ഉണ്ട് അല്ലേ? നമ്മൾ എല്ലാവരും ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. കുറേ ബേർഡിനെ നമുക്ക് വന്നിട്ട് പറ്റിച്ചാളാം. വലിയ ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ പേര് കേട്ട ബ്രീഡറാണേ. എന്തെല്ലോ പുറത്തുനിന്നെല്ലാം കൊണ്ടുവന്ന് നമുക്ക് പിന്നെ അതിൻ്റെ ഒന്നും വലിയ പേരൊന്നും അറിയില്ല. ഓക്കെ, അപ്പം നമുക്കിന്ന് ഓരോരോ ആൾക്കാർ വൈശാഖ പെറ്റ് സ്റ്റേഷനിൽ എങ്ങനെയുണ്ട് മാറ്റങ്ങളെല്ലാം? കുറേ കാലത്തിന് ശേഷം വന്നല്ലേ? ഒരു ഇന്റർനാഷണൽ ലുക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചോന്നല്ലേ? ഇത് സ്വന്തമായിട്ട് പറയുന്നു. നേരത്തെ വന്ന് നമ്മൾ സ്ഥിരമായിട്ട് വരാറുണ്ട് ഇവിടെ, എല്ലാ വർഷവും ഒരു 4-5 വട്ടം വരുന്നുണ്ട്. പക്ഷെ ഇപ്പം വന്നപ്പം തന്നെ ഭയങ്കര മാറ്റമാണ് കാണുന്നത്. കൊള്ളാം. 150 രൂപ എൻട്രി ഫീസാക്കി. അത് കുഴപ്പമില്ല, അതിനുള്ള മുതലുണ്ട്. ഓക്കെ, അപ്പോൾ 150 ഇല്ല, 127. ബാക്കി 23 ടാക്സാണ്, GST ആണ്. അപ്പോൾ നമുക്ക് ആദ്യം വൈശാഖ് വന്നേരം കൊയ്പ്പുണ്ടായിരുന്നാ? കണ്ടിട്ടുണ്ടായിരുന്നല്ലേ? എന്നിട്ട് വൃത്തിയില്ലാത്തൊരു സാധനമായിരുന്നു. ഇപ്പോൾ നല്ല മൊഞ്ചനായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഫുൾ ടൈം നമ്മളെ വൃത്തിയാണല്ലോ നമ്മളെ മെയിൻ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വെള്ളയിൽ 2 നേരം മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാളും നല്ല, ഇവൻ അന്ന് കാണിച്ചപ്പോൾ ചെറുതായിരുന്നില്ലേ, ഓർമ്മയുണ്ടാ? വലുപ്പം മനസ്സിലാണെങ്കിൽ വാല് പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചാലേ മനസ്സിലാവും കേട്ടോ. ഇതൊക്കെ പൊളിയല്ലേ? അത്യാവശ്യം എന്താ പറയുക, തൊട്ട് കഴിഞ്ഞാലൊന്നും വലിയ കുഴപ്പമില്ല. മുമ്പ് ഭയങ്കര കടിയന്മാരായിരുന്നു. ഇപ്പോൾ നമ്മൾ അങ്ങനെ തൊട്ട് ശരിയാക്കി. അപ്പോൾ അവർക്ക് കയറി നടക്കാനുള്ള റാമ്പ് കാര്യങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ തന്നെ ഫുഡ് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ തന്നെ വന്നിരിക്കും. അപ്പോൾ വിശക്കുമ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ നോക്കും. അത് കാണാൻ നല്ല രസമാണ്. നമ്മൾ ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ വീഡിയോ, നമ്മൾ ഇന്ന് എന്താ എടുക്കേണ്ടതെന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല വീഡിയോ. അതുകൊണ്ട് തന്നെ നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, വൈശാഖ് പറയുന്നുണ്ട് എനിക്ക് മുന്നേ കാണിച്ചപ്പോൾ ഭയങ്കര വൈറ്റ് കൂടുതലാണ്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് കയറിയപാടാകുമ്പോണ്ടല്ല ഭയങ്കര വൈറ്റ് കളർ കൂടുതലായിരിക്കും. അതിങ്ങനെ ഉണങ്ങുമ്പോൾ ഈ യെല്ലോയിഷ് കളർ ഇങ്ങനെ പുറത്തേക്ക് കാണും. അതാണ് വ്യത്യാസം. പിന്നെ നമ്മൾ വീഡിയോ ഒറ്റയ്ക്ക് കുറേ സമയം എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിൽ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പണി. അതുപോലെ ഭയങ്കര സ്റ്റക്കാല്ല കേട്ടോ ഫോൺ. 16 Pro Max എന്താണെന്നറിയില്ല. ഞാൻ ഇതിൻ്റെ ഭയങ്കര ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളായോന്ന് അറിയില്ല കേട്ടോ. സംഭവം എനിക്കുണ്ടായ ഭയങ്കര മോശം അനുഭവമാണ് വാങ്ങിച്ചിട്ട്. അപ്പോൾ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ ഏകദേശം അതേപോലെ തന്നെ കാണുന്നത്. എന്തായാലും നമ്മളെ 13-ഉം 14-എല്ലാമാണ് ബെസ്റ്റ്. പക്ഷെ അതിൽ മൈക്ക് കണക്ട് ചെയ്യാനുള്ള സംഭവമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ തന്നെ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ കൊയ്പ്പിൻ്റെ എല്ലാ ദിവസവും വെള്ളം മാറ്റും കേട്ടോ. ഫിൽട്ടർ സിസ്റ്റവും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഡെയിലി അത്രയും വെള്ളം ചേഞ്ച് ആക്കണ്ട. വെള്ളത്തിലേക്കെല്ലാം ചാടി എന്താ പറയുക, നല്ല ലക്ഷറി ലൈഫാണ്. വീടെല്ലാം കണ്ടില്ലേ? നല്ല വീടെല്ലാം കൊടുത്തിനി. അവരിടയ്ക്ക് അതിനെ അകത്തെല്ലാം കയറും. ഒരു ഹൈഡിങ് സ്പേസ് നമ്മൾ അതിനെ ഒരു സ്റ്റൈലാക്കിയിട്ട് കൊടുത്തതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ കസും കാര്യങ്ങളെല്ലാം കഴിച്ച് അതിനടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുഡ് തന്നെ, തീറ്റയോട് തീറ്റ. എന്താ നല്ല ജീവിതം അല്ലേ? അതേപോലെ നമ്മൾ ഒരാളെയും കൂടി കാണിച്ച നമ്മളെ ചമ്മാട്ടിയാണ് നമ്മുടെ കൊയ്പ്പൂൻ്റെ ഹാൻഡിൽ ചെയ്യുന്ന ആളാട്ടാ. കൊയ്പ്പുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. ചമ്മാട്ടിനെ കാണുമ്പോൾ തന്നെ അവർ ഓടി വരും. അപ്പോൾ ഇവിടുത്തെ ഓരോ സ്റ്റാഫിനും ഓരോ ജീവികളായതുകൊണ്ട് അവരുമായിട്ട് അത് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. അതേപോലെ നമുക്കിനി നേരെ കണ്ടേ നമുക്ക് ബാക്കിലേക്ക് പോവാം. നമ്മൾ ടെറൻഡുൽ എന്നതിൽ നല്ലൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകാം. പോകുന്ന വഴിക്ക് നമ്മൾ ടാർസൻ ഒന്ന് കണ്ടിട്ടുണ്ട്. ടാർസൻ നമ്മൾ പോകുമ്പോൾ വരുമ്പോൾ എല്ലാം മൈൻഡാക്കും. മൈൻഡാക്കാണ്ട് പോകണ്ട. എൻ്റെ കയ്യിൽ സ്ഥിരം ഉണ്ടാകുന്ന ബദാം ഉണ്ട്, ഒരു ബദാം കൊടുക്കുക. ഇവർക്ക് അധികം ബദാം കൊടുത്തുകൂടാ കേട്ടോ. അതുകൊണ്ട് ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഒന്നല്ലേ കൊടുക്കൂ. വേണോ നല്ല രസമാണ് ടാർസൻ്റെ കളിയാണ്. നല്ല മുത്ത് കച്ചോ. ഗുഡ് ബോയ്. അതിന് മേലെ പോയിരുന്നു. അവിടെയാണ് അവൻ്റെ ചൂടുള്ള സ്ഥലം. അവിടെ പോയിരിക്കും കുറേ സമയം. ഇവരെല്ലാം കൂട് നമ്മൾ മാറ്റിയാന്ന് കേട്ടാ. നല്ല സെറ്റപ്പ് കൂടുണ്ടാക്കിയെന്ന്. നമ്മുടെ ഏഞ്ചൽ ഞാൻ വിളിക്കും, എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ വരുവേ. കാണിച്ചു തരാം. ജസ്റ്റ് ഏഞ്ചലിനെ കാണിച്ചേ, ഞാൻ അങ്ങോട്ട് വരാം. ഏഞ്ചൽ വാ. ഗുഡ് ബോയ്. നമ്മൾ ട്രീറ്റ് ഒന്നും കൊടുക്കാണ്ട് വിളിച്ചാൽ തന്നെ വരും കേട്ടോ. പക്ഷെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഏതായാലും ട്രീറ്റ് കൊടുത്തേക്കാം. സന്തോഷത്തിന് എല്ലാവരും സന്തോഷിപ്പിച്ച് പോവാം. പുറത്തേക്ക് എടുക്കുക കേട്ടോ. ശരിക്കും ഒരു കുഴപ്പമില്ല, നല്ല ഫ്രണ്ട്ലിയാണ്. ഇതെല്ലാം എടുത്ത് കാണിക്കാം അല്ലേ? കുറേ നാളെയില്ലേ കാണിച്ചിട്ട്. മൊത്തേ വാ ഗുഡ് ബോയ്. നല്ല പെറ്റ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ.
ഭയങ്കര പെറ്റാ, ഭയങ്കര ഇഷ്ടം, നല്ല ബുദ്ധി വന്നിട്ട് ഇവർക്ക്. നമ്മൾ മുമ്പ് ഷെയ്ത്താനെല്ലാം പേരിട്ടല്ലേ, ഓർമ്മ ഉണ്ട് എല്ലാവർക്കും? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നമ്മൾ കൂടുതൽ സമയം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, പിന്നെയും പറയുന്നത്. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് ആകുമ്പോൾ കട്ടാക്കിയിട്ട് പിന്നെയും ഇങ്ങനെ മാറ്റി എടുക്കുക എന്നിട്ടാ, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഏഞ്ചലിനെ തിരിച്ചു വെക്കാം. ഏഞ്ചൽ പോയിക്കാം മോനെ, ഗുഡ് ബോയ് തന്നെ. ആ ഓക്കെ, ഷോർട്ട് ഹെയറിനെയും കൂടി ഒന്ന് എടുക്കാം. ഷോർട്ട് ഹെയറിനെ വാടാ മുത്തേ വാ. ഷോർട്ട് ഹെയറിനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒന്ന് എടുക്കാൻ തോന്നും. ഓ എന്ത് ക്യൂട്ടല്ലേ. ഇവിടെ വെക്കാം എന്നാൽ നല്ല രീതിയിൽ കാണും. ഓക്കെ, എന്താ ഭംഗി നോക്കിയേ, ഭയങ്കര ഗ്ലാമറല്ലേ. എന്നാടാ കഴിച്ചോ. മീനെ നോക്കണ്ട, തൽക്കാലം മീനാന്ന് വിചാരിച്ചിട്ട് ട്രീറ്റ് കഴിച്ചോട്ടാ. മുത്താണ് മുത്ത്, നല്ല ഭംഗിയില്ലേ. മൊഞ്ചെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും, ഏത് പെറ്റ് ലവർ അല്ലെങ്കിലും ഉണ്ടല്ലോ, ഒന്ന് എടുത്ത് ഓമനിക്കാൻ തോന്നട്ടോ. ആ രീതിയിൽ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇതിനെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. അതിൻ്റെ ആ ഒരു ഫറ് ഭയങ്കര രസം, നല്ല ക്യൂട്ട് മുഖമാണണ്ടാ. ഓക്കെ ഓക്കെ ബേബി, ഗുഡ് ബൈ. ബാ കൂട്ടിലാക്കാം. എന്തായാലും നമ്മൾ വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നേ ഇല്ലല്ലേ. എനിക്കൊരു വിഷമം വേണ്ട. വാ, കുറച്ച് ക്യാറ്റിൻ്റെ ട്രീറ്റ് നീ കഴിച്ചോ. ഇഷ്ടൈനാ? ആ ഇഷ്ടൈനി. ബംഗാൾ ക്യാറ്റിനെയും നമ്മളെ പേർഷ്യൻ ക്യാറ്റിനെയും കാണിച്ചില്ലെങ്കിൽ ഓർക്കൊരു വിഷമം വേണ്ട. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആണെങ്കിൽ എടുക്കടാ, അല്ലെങ്കിൽ അടുത്താക്ക് കൊടുക്കുവേ. ഇവന് ശരിക്കും പെല്ലറ്റാണ് ഇഷ്ടം. പെല്ലറ്റ് ട്രീറ്റില്ലേ വലിയ ഇഷ്ടമല്ല. നല്ല താല്പര്യമൊന്നുമില്ല. വാ വാട മുത്തേ, അയൺ ബേബി വാ. ഇതാ ഓക്കെ, കഴിച്ചോട്ടാ. ഓക്കെ, ഇവർക്കെല്ലാം മീറ്റാണ് ഇഷ്ടം. പിന്നെ നമ്മളെ കലി ഓടി വരും കേട്ടോ, എന്ത് കിട്ടിയാലും കഴിക്കും, ഒരു പ്രശ്നവുമില്ല. നമ്മൾ കയ്യിലെടുത്തിട്ട് കാണിച്ചു തരാം. ഭയങ്കര മൊഞ്ചന് വന്നു. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? മതി. ഓക്കെ, ഇങ്ങനെ ഓരോ സ്ഥലത്ത് വൈശാഖിൻ്റെ കൂടെ നടക്കുകയാണ് കേട്ടോ. വൈശാഖ് മുന്നിൽ പോകുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് നമ്മളിങ്ങനെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്. ഇത് നമ്മളെ വിഡോ ടെട്രനെല്ലാം നമ്മൾ കുറേ മുന്നേ കാണിച്ചാണ്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. അത്യാവശ്യം സൈസ് വന്നിട്ടുണ്ട്. നമ്മൾ ഇടുന്ന സമയത്ത് ചെറുതായിരുന്നില്ലേ, അപ്പോൾ നല്ല സൈസ് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബ്ലൂ കളറിന് ആഡ് ചെയ്യണം അല്ലേ. പിന്നെ ഈ സെറ്റിലായ ടാങ്കിൽ ഈ പുതിയതിനെ ആഡ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു മനസ്സിനൊരു പേടിയാണ്. അങ്ങനെ ചെറിയ എന്തെങ്കിലും പ്രശ്നം മതി. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ക്വാറൻറ്റൈൻ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. എന്നാലും നമ്മൾ ഒരു ടെൻഷനാണ്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് മറൈൻ ഫിഷിനെയും കൂടി എടുത്തിട്ടുണ്ട്. അതും ക്വാറൻറ്റൈനിലുള്ളത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലത്തെ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ഇത് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ചത്തു. ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സാധനമാണ്. അതേപോലെ നമ്മൾ അനിമോണെല്ലാം കാണാം. അനിമോണിൽ നല്ല മൊഞ്ചായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇപ്പുറത്താ ലോബ്സ്, അതിനെ കാണിക്ക്. ആ ലോബ്സ്റ്റർ നല്ല രസമാണ് കാണാൻ. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ പുറത്തേക്ക് ഇറങ്ങൂ. വളരെ ഇത്തിരി പോകുന്ന കുഞ്ഞിനെ നമ്മൾ വാങ്ങിച്ചത്, അത് വലുതായി വന്നു. അതുപോലെ പിന്നെ ഹെർമിറ്റ് ക്രാബിൽ നല്ല സൈസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്ലൂയിഷ് ലൈറ്റ് ആയതുകൊണ്ട് കറക്റ്റ് നമുക്കങ്ങനെ കാണൂല കേട്ടോ. പിന്നെ അതുപോലെ ചെറിയൊരു നടുഭാഗത്ത് നമ്മൾ ചെറിയൊരു ഇരുട്ടാണ് കൊടുത്തത്. എന്നാൽ കുറച്ച് മീനെല്ലാം ഇങ്ങനെ ഹൈഡ് ചെയ്യേണ്ട സ്വഭാവമുള്ള കുറേ ജീവികളുണ്ടല്ലോ, അപ്പോൾ അവരെല്ലാം ഈ ഭാഗത്തുണ്ടാവും. അതിൻ്റെ താഴത്തെല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ പിന്നെ ലെപ്പേർഡ് ഗോബി, പല മീനുകളും ഉണ്ട്. ചില സമയത്ത് മാത്രമേ ഇവർ പുറത്തേക്ക് ഇറങ്ങും. അതാണ് ഇവൻ്റെ പ്രശ്നം. അതുപോലെ നമ്മുടെ മറൈൻ്റെ തൊട്ടടുത്ത ടാങ്ക് നമ്മുടെ ക്യാറ്റ് ഫിഷ് ഷെവൽനോസിൻ്റെ ടാങ്കാണേ. ഷെവൽനോസെല്ലാം നമ്മൾ ഇടുന്ന സമയത്ത് കണ്ടില്ലേ, ആ സൈസാണ് ഏറ്റവും വലുതുണ്ടായത്. അപ്പോൾ അതിൻ്റെ സൈസ് കണ്ടാ. ഞാൻ ജസ്റ്റ് ഫീഡ് കൊടുക്കുന്നത് കാണിച്ചു തരാം. അവിടെ ഇട്ട് കൊടുത്തോ. ഒരു വലിയ മത്തിയ കൊടുക്കുന്നത് അത് എടുക്കുന്നുണ്ടോ. സിമ്പിളായിരിക്കും, അത്രയും കൂളായിട്ട് എടുക്കും. അടച്ചോനെ മേലിന് അടിച്ച് തിന്നുന്നുണ്ട്, അത് കണ്ടിട്ടില്ല. അതായ പോയതാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. ഐഷ് എടുത്ത് ഒരാളെന്നൊരു 5 എണ്ണമൊക്കെ കഴിക്കൂട്ടാ.
അതിൻ്റെ മാറ്റമുണ്ട് കേട്ടോ. സൈസ് അത്രയും വലുതായിട്ടുണ്ട്, നല്ല രീതിയിൽ സൈസ് കയറിയിട്ടുണ്ട്. അത് 2 റൗണ്ട് കൊടുക്ക്, നടുക്കിട്ട് കൊടുക്ക് ഹരി. ഓക്കെ, ഇനിയിപ്പോൾ വയറ് വീർത്ത് വരുന്നതാണേ. അവൻ്റെ വായിലുണ്ട് ഓൾറെഡി. ഓ, എല്ലാം കഴിച്ചു. ഓൾറെഡി വായിൽ 2 വെച്ചിട്ടാണ് പിന്നെ എടുക്കുന്നത്. മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷബൽ നോസൽ എങ്ങനെയുണ്ട്? അതേപോലെ അത് ശരിക്കും ആ മത്തിൻ്റെ വലുപ്പം കാണാം. മത്തിൻ്റെ സീസണല്ലേ, മത്തിയാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനട്ടോ എല്ലാ ജീവികൾക്കും. അതാ അടുത്തയിലേക്ക് വരാം. നമ്മുടെ ബഞ്ചാർ അരോണ, അതുപോലെ നമ്മുടെ പിന്നെ ഇവനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെ ഉണ്ട്, ഒരു പ്രശ്നവുമില്ല. നമ്മൾ അതിൻ്റെ അകത്ത് അന്ന് മാറ്റുമ്പോൾ ഒരു പാരറ്റ് ഒഴിഞ്ഞു പോയതാണ്. ആ പാരറ്റ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടാണിപ്പോൾ, ഒരു കുഴപ്പമില്ല. അതിൻ്റെ ബഞ്ചാറിൻ്റെ നല്ല കളറും കാര്യങ്ങളും സെറ്റായിട്ടില്ലേ, നോക്കിയേ. അത് ഇട്ട് കൊടുത്തോ, മത്തി ഇട്ട് കൊടുത്തോ, നടുവിലിട്ട് കൊടുക്കണേ, നടുവിൽ കൊടുത്തോ. ഓക്കെ, അല്ല അവിടെ ഇട്ടെ. ഓ ഐഷ്, ഏതാ രസമല്ലേ. ഫുള്ള് ഭക്ഷണം കൊടുത്ത ഉടനെ പിന്നെ ടാങ്ക് കാണാൻ കഴിയില്ല, കംപ്ലീറ്റ് അതിൻ്റെ വേസ്റ്റ് ആക്കും. ഒരു 10 മിനിറ്റ് കഴിയുന്നവരെ പിന്നെ നോക്കണ്ട. സെറ്റ്. അതാ രണ്ടാമത്തത്, അടുത്തതും കൊടുത്ത്. ഈ മീനൊക്കെ നമ്മൾ ഇവിടുത്തെ കടൽ തീരത്ത് നിന്ന് പിടിക്കുന്ന മീനുകളാണ് കേട്ടോ. പാരറ്റ് വന്നിട്ട് കഴിക്കുന്നതൊക്കെ ശരിക്കും അവനിക്ക് വിചാരിച്ച് ഇവൻ ഒറ്റയടിക്ക് തട്ടാം. പക്ഷേ നല്ല എന്താ പറയുക, അവന് ഫ്രണ്ടായിട്ട് ഒരുമിച്ച് കൂട്ടിയാൻ തോന്നും. ഓക്കെ, ഇനി കൊണ്ടേക്ക് വന്നു, അത് കഴിച്ചോട്ടെ. പിന്നെ അതിന് തന്നെ കുറേ സമയം കാണിക്കുന്ന പോലെ ആവും. അതേപോലെ തന്നെ നമ്മുടെ കംബോഡിയൻ സ്ക്വിരൽസ്, പിന്നെ ഓരോരോ കുട്ടികളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ചാടും. അത് നമ്മൾ തീരെ അകത്തോട്ട് കയറി നോക്കൽ തന്നെ ഇല്ല കേട്ടോ. അത് അവരുടെ ആവാസ വ്യവസ്ഥയും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ സെറ്റായിട്ട് പോകുന്നുണ്ട്. അയ്യോ, ഇവർക്കൊരു ബദാം കൊടുക്കാനുള്ള സ്പേസ് ഇവിടെ ഇല്ലല്ലോ. വാ, അപ്പോൾ നമുക്ക് നമ്മളെ ടറൻഡുല ആൻഡ് നമ്മുടെ എംപറർ സ്കോർപ്പിയോൺ, ഫ്രോഗുകൾ, ഇതിനെല്ലാം സെറ്റാക്കിയ ഒരു സംഭവം കാണിച്ചു തരാം. വാ, ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യുന്നവരെ നമ്മുടെ ചെറിയ ടറൻഡുലിനും ഇതിൻ്റെ അകത്ത് ചെറിയൊരു എൻക്ലോഷർ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതെന്താണെന്ന് മനസ്സിലായിനാ, നല്ല ഗ്രീൻ, ഇത് നാച്ചുറലാണ് കേട്ടോ. ഇത് സംഭവം നമ്മൾ തന്നെ ഇട്ട് വളർത്തിയതാണ്. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് പൊഴിഞ്ഞ് പോകുന്ന സമയമാകുമ്പോൾ നമുക്ക് മാറ്റിയിട്ട് വേറെ ഇത് വെക്കാമെന്നുള്ളൊരു പ്ലാനിൽ. അതേപോലെ നമ്മൾ പൂഴി മണൽ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു നല്ല പോസിറ്റീവ് എനർജി വരുന്ന ഒരു കേജാണ് കേട്ടോ. ചെറിയ കേജാണെങ്കിലും ആൾക്കാർ നല്ല രീതിയിൽ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്ന കാണാറുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ഈ എൻക്ലോഷർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇവർക്ക് എയർ പാസേജിന് വേണ്ടിയിട്ട് 2 ഭാഗത്തും നല്ല രീതിയിൽ പിന്നെ നമ്മൾ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് എന്ന് പറഞ്ഞാൽ എല്ലാ വിൻഡോസും കണക്റ്റഡ് ആണ്. ഇതുണ്ടാ, ഇവിടം വരെ കണക്റ്റഡ് ആണ്. അപ്പോൾ അവിടുന്ന് നല്ല രീതിയിൽ എയർ പാസേജ് ഉണ്ട്. അതങ്ങനെ കയറി പോകാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഉണ്ട്. അവർക്ക് എയർ പാസേജ് വേണ്ടാത്തവർക്ക് ശരിക്കും താഴത്ത് വന്നിരുന്നാൽ ആ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ ടറൻഡുലും കാര്യങ്ങളെല്ലാം അധികം പിന്നെ സർക്കുലേഷൻ വേണ്ടാത്തിരിക്കും. അപ്പോൾ താഴത്തെല്ലാം പോയിട്ട് ഇരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ രീതിയിലാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിലുള്ളത് നമ്മുടെ ബേർഡ് ഈറ്ററാണ് കേട്ടോ. ബേർഡ് ഈറ്ററിൻ്റെ കുട്ടിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ട് ഏകദേശം എത്രയായി, ഒരു 9-10 മാസമായി. എന്നിട്ടും ആകെ ഇത്രയും വളർന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇത് ഏറ്റവും വലിയ ടറൻഡുലയാണ്. നമ്മൾ കൈനേക്കാളും വലുതാവും. പിന്നെ അത് ചെറിയ ഇത് കുറച്ച് വലുതാക്കി ഇപ്പോൾ മീൽ വേംസ് കഴിക്കുന്നത്, കുറച്ച് കഴിഞ്ഞാൽ സൂപ്പർ വേംസും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ തുടങ്ങും. അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്നതെന്ന് പറയുന്നത് ചെറിയ മൈസിൻ്റെ കുട്ടികൾ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വലിയ മൈസിനെല്ലാം കഴിക്കും കേട്ടോ. അത്രയും വലിയ സൈസാവട്ടെ ഇവർ. അതേപോലെ തന്നെ ഇത് നമ്മുടെ എംപറർ സ്കോർപ്പിയോൻ്റെ നമ്മളെ കുട്ടികൾ, അവരിൽ അത്യാവശ്യം വലുപ്പം വന്നിട്ടാ. അതുപോലെ പിന്നെ ഇതിലും ഗ്രാസ് മീൻസ് നമ്മുടെ തെന തന്നെയാണ് കേട്ടോ. തെന നമ്മളിങ്ങനെ വിതറി കൊടുത്തതാണ്. അത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ കാണാനാവും. എംപറർ സ്കോർപ്പിയോൻ്റെ കുട്ടികൾ ഇവരിപ്പോൾ അത്യാവശ്യം കടിക്കാൻ വലുതായി കേട്ടാ. അറ്റാക്ക് ചെയ്യാനുള്ള അടിക്കാം. പക്ഷെ എന്നാലും നമ്മൾ കയ്യിലെല്ലാം എടുക്കും, കുഴപ്പമൊന്നുമില്ല കേട്ടാ. നമ്മളന്ന് കണ്ടോർമ്മയുണ്ടോ ചെറിയ കുട്ടി, അതെല്ലാം വലുതാണ് കേട്ടോ. നമ്മൾ കുറേ എണ്ണത്തിനൊക്കെ കൊടുത്ത് ആയിരിക്കുമല്ലോ, ഫ്രണ്ട്സിനെല്ലാം കൊടുത്ത് നമ്മളൊരു 4 എണ്ണത്തിന് മാത്രം ബാക്കി വെച്ചാണ് കേട്ടോ. ഓക്കെ,
അവർക്കും നമ്മൾ ആ രീതിയിലാണ് പിന്നെ എൻക്ലോസർ സെറ്റ് ചെയ്തത്. ചെറിയൊരു ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളെല്ലാം വരാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവരിപ്പോൾ മീൽ വംസ് തന്നെ കഴിക്കുന്നത്, സൂപ്പർ വംസ് കഴിക്കാനുള്ള പ്രായമായിട്ടില്ല കേട്ടോ. അതുപോലെ നമ്മൾ ഈ ഗ്രാസില്ലേ, ഈ ഗ്രാസ് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കും ഇതിനെല്ലാം നമ്മൾ ഫുഡായിട്ട് കൊടുക്കുക കേട്ടോ, എല്ലാവർക്കും കൊടുക്കും. എന്നിട്ട് പിന്നെ അടുത്ത ഗ്രാസ് മറ്റേ തന മുളപ്പിക്കും, അങ്ങനെ ചെയ്യുന്നത്. അത് ഓരോ സെക്ഷൻ ഇപ്പോൾ വലുതാകുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യും കേട്ടോ. എല്ലായിടത്തും ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ പച്ചപ്പ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ തന മുളപ്പിക്കുക എന്നുള്ളത്. സംഭവം വളർന്നു വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. അതേപോലെ ഈ കേജ് ഉണ്ടോ, ഈ എൻക്ലേസർ നോക്കിയേ, ഇതിലാരും ഇല്ല നോക്കിയേ. ഇതിൽ നമ്മളെ ഗ്രീൻ ട്രീ ഫ്രോഗാണ് കേട്ടോ. ഗ്രീൻ ട്രീ ഫ്രോഗ് നമ്മൾ ഒരാളെ മാത്രം ഇങ്ങോട്ട് മാറ്റിയതാണേ. ഒരു പ്രത്യേക ഭംഗിയുള്ള സാധനം കേട്ടോ. ഇതിൻ്റെ വിരളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വിരളുണ്ടോ, നഖമൊന്നുമില്ല, നല്ല രസമാണ്. അതിങ്ങനെ അള്ളിപ്പിടിച്ചിട്ട് പോകുന്നതാണ്. അവർക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു വെള്ളത്തിൽ തന്നെ ഒരു മരത്തിൻ്റെ ഇതിട്ട് കൊടുത്തു നാച്ചുറലായിട്ടിൽ. എന്നിട്ട് അതേപോലെ തന്നെ ഇതിൻ്റെ കൊക്കോപ്പീറ്റും കാര്യങ്ങളെല്ലാം അവർക്ക് തണുപ്പും കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ കുറച്ച് മണലും കാര്യങ്ങളും അവർക്ക് വേണമെങ്കിൽ പുറത്ത് നിൽക്കാൻ. അതേപോലെ ഇവർ ഇവിടെ എല്ലാം കയറി നിൽക്കും കേട്ടോ. എല്ലായിടത്തും വേണമെങ്കിൽ അവരുടെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്, എല്ലായിടത്തും ഒട്ടിപ്പിടിച്ച് അങ്ങനെ നിന്നോളും. പിന്നെ അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പിക്സി ബുൾഫ്രോഗ്. അവനും മെയിനായിട്ട് വെള്ളത്തിലല്ല കേട്ടോ, വെള്ളം ഇവിടെ ഉണ്ട്, വെള്ളം ഇപ്പം ക്ലീനാക്കാൻ വേണ്ടി തുറന്നു വിട്ടതാണ്. അവർ ഇതിൻ്റെ അകത്താണ് കൂടുതലുണ്ടാവുക. പിക്സി ബുൾഫ്രോഗ് കണ്ടിട്ടില്ലേ? ഓ, അത്യാവശ്യം വലുതായില്ലേ. നമ്മൾ അന്ന് കാണിക്കുമ്പോൾ എത്ര ഉണ്ടായിരുന്നു, ചെറിയ ഇത്ര ഉണ്ടായിട്ടിലും വലിയതായി കേട്ടോ, നല്ല സൈസ് ആയിക്കണ്ട. അതിൻ്റെ വിരൽ വെക്കുമ്പോൾ അതിൻ്റെ സൈസ് മനസ്സിലാവും. അത് ചീറ്റുന്നുണ്ടാ, നമ്മളത് എയർ പിടിച്ച് ഫുള്ള് വലുപ്പം വന്നിണ്ടാ. അതേപോലെ അടുത്ത സാധനമാണ് നമ്മളെ ബഡ്ഗറ്റ് ഫ്രോഗ്. ബഡ്ഗറ്റ് ഫ്രോഗ് എപ്പോൾ നമ്മളെ വെള്ളത്തിൽ തന്നെ ഉണ്ടാവും. അതേപോലെ കാണാനും ഇങ്ങനെ ഭയങ്കര രസമാണ്. എല്ലാവരും നോക്കുന്നതാണ്, ഒരു പ്രത്യേക ഷേപ്പല്ലേ. ഇതിൻ്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് നോക്കും. ഓക്കെ, ഇവന് സൈസായില്ലേ. നമ്മൾ അന്ന് കണ്ട വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കേ നമ്മൾ ഈ അന്ന് കണ്ടേന്ന് പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇവൻ്റെ ഈ കണ്ണും കാര്യങ്ങളെല്ലാം ഭയങ്കര രസമാണ്. ഡീറ്റെയിലും നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എല്ലാത്തിലും അതേപോലെ നമ്മൾ ഒരു പിന്നെ വെള്ളത്തിലേക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ തനൻ്റെ ഗ്രാസും എല്ലാത്തും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തനൻ്റെ ഗ്രാസ് ഏറ്റവും രസം ശരിക്കും നമ്മുടെ ടെറൻഡുലൻ്റെ ഇതിലെല്ലാം. ഇതൊക്കെ ഇത് ഭയങ്കര ഭംഗിയാണ്. അത് കൈക്ക് നനഞ്ഞു പോയി, അല്ലെങ്കിൽ അവനെ എടുക്കാം. എന്താ എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായം കാര്യങ്ങളെല്ലാം എല്ലാവരും വീഡിയോ കണ്ടിട്ട് പറയണേ. കമൻസ് എല്ലാവരും നല്ല രീതിയിൽ ചെയ്യാറുണ്ട്, എല്ലാ കമൻസും ഞാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചില കമൻസിനെല്ലാം റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവിടെ വെക്കുക, അതാണ് ചിലപ്പോൾ പറ്റിപ്പോവുക. അതേപോലെ ഇതണ്ടാ, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒരു കമൻറ്റ് ചെയ്യണ്ടു, എനിക്ക് റിപ്ലൈ ചെയ്യുമ്പോൾ കുറേ ചെയ്യണ്ടേ. നമ്മുടെ പിന്നെ ടറൻഡുല മെയിലാണ് ഇത്. നമ്മളെ ഗോൾഡൻ ചാക്കോനി, എന്താ ഗോൾഡൻ നീ ചാക്കോ അല്ല, ചാക്കോ ഗോൾഡൻ നീയാണ് ഓക്കെ പേര്. അതേപോലെ അതിൻ്റെ ഫീമെയിൽ ഇത് അതിനേക്കാൾ കുറച്ചും കൂടി സൈസ് വലുതാണേ, വലിയ സൈസ്. ഫുഡിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തന്നെ വന്നിരിക്കുകയാണ് പാത്രത്തിൽ തന്നെ. അത്യാവശ്യം സൈസായില്ലേ നോക്കിയേ. ഇത് ഫീമെയിലാണേ, മറ്റേ ആദ്യം കണ്ടത് മെയിൽ. അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഇങ്ങനെയുണ്ട്. ഇത് തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ ഇതിനൊക്കെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് വിസിറ്റേഴ്സിന് കൊടുക്കാറുണ്ട്. നമ്മൾ ഈ കണ്ട നമ്മൾ കയ്യിലെടുക്കുന്നത് ഇപ്പോൾ മൗഗ്ലി അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ കടിച്ച റാബീസെല്ലാം വരാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഇങ്ങനെ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാത്തിനും നമ്മൾ കയ്യിൽ കൊടുക്കാറുണ്ട് കേട്ടോ. തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ മാത്രമേ. തിരക്കുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഒന്നിനും പറ്റില്ല. എന്നാൽ സാധാരണ കയ്യിൽ കൊടുക്കുന്ന 1-2 സാധനങ്ങളിൽ അവരെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു പെറ്റ് ലവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, എല്ലാ സാധനത്തിനും നമ്മൾ എടുത്തു കൊടുക്കും. അതൊരു എന്താ പറയുക സന്തോഷമല്ലേ അല്ലേ. അതുപോലെ ടെറൻഡുല കൂടുതലും നമ്മൾ ഈ മണൽ കൊടുത്ത് അവിടെ നിന്ന് കൂടുതൽ നിൽക്കുക കേട്ടോ. നമ്മളെപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ കൂടുതൽ അവിടെ പോയി നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ വീഡിയോ എടുക്കുമ്പോൾ ഫുള്ള് നമ്മളെ വൈശാഖ് ഒരുമിച്ചുണ്ട്. ഇത് വൈശാഖിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഇവരെല്ലാം നമ്മളെ പക്ഷിപ്രാന്തന്മാരാണ് മൊത്തം കേട്ടോ, എല്ലാം നമ്മളെ ടീം തന്നെ. അങ്ങനെ മൊത്തത്തിൽ അടിപൊളി തന്നെയല്ലേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
ക്യാമറാമാൻ മിസറിനോടൊപ്പം. അപ്പോൾ അടുത്ത ശനിയാഴ്ച കാണാം കേട്ടാ. ബായ് പറയടാ. ആവുന്നില്ല, ഒറ്റത്തേക്കാം. ഇല്ല ഇതന്നെ ഇടും, ഇതെല്ലാം ഇടും. പറ. അല്ല, അടുത്ത വീഡിയോ ആയിട്ട് പറ. അല്ല ഇന്നെ പറയാണ്ട് വിടൂല. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എപ്പോ? അടുത്ത ശനിയാഴ്ച. നാണം കണ്ട ചെക്കന്. ഓക്കെ, ഇങ്ങനെയല്ലേ നമുക്ക് പണി കൊടുക്കാൻ പറ്റൂ. ഓക്കെ, ഇല്ല കട്ടിങ്ങൊന്നുമില്ല.